ജീവിതം മാറിമറിയാൻ ഒരു നിമിഷം മതിയെന്ന് നാം പലപ്പോഴും കേട്ടിട്ടുണ്ട്. പക്ഷേ സത്യത്തിൽ ആ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഒരു നിമിഷം കൊണ്ടല്ല, മറിച്ച് ഓരോ ദിവസവും നാം തുടങ്ങുന്ന ആ ആദ്യത്തെ മണിക്കൂറുകളിലാണ്. ഒന്നാലോചിച്ചു നോക്കൂ, ഇന്ന് രാവിലെ നിങ്ങൾ എങ്ങനെയാണ് എഴുന്നേറ്റത്? അലാറം അടിച്ചപ്പോൾ അത് ഓഫ് ചെയ്ത് വീണ്ടും പുതപ്പിനുള്ളിലേക്ക് ചുരുണ്ടുകൂടിയാണോ? അതോ പുതിയൊരു ദിവസമെന്ന പ്രതീക്ഷയോടെ എന്തോ ഒന്ന് ചെയ്യാനുണ്ട് എന്ന ആവേശത്തോടെയാണോ? ഈ ഒരു ചെറിയ വ്യത്യാസത്തിലാണ് വലിയ വലിയ വിജയങ്ങളുടെ രഹസ്യമൊളിഞ്ഞിരിക്കുന്നത്. നമ്മളെല്ലാവരും വലിയ സ്വപ്നങ്ങൾ കാണുന്നവരാണ്. സ്വന്തമായൊരു വീട്, നല്ലൊരു ജോലി, സാമ്പത്തികമായ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ലോകമറിയുന്ന ഒരു വ്യക്തിയാവുക. സ്വപ്നങ്ങൾക്കെന്താ, ആർക്കും കാണാമല്ലോ. പക്ഷെ ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നവരും വെറും സ്വപ്നം കണ്ട് ജീവിതം തീർക്കുന്നവരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അവരുടെ പ്രഭാതങ്ങളിലാണ്. സൂര്യനുദിക്കുമ്പോൾ വിജയിക്കുന്നവർ തങ്ങളുടെ വിധിയെ തിരുത്തിക്കുറിക്കാൻ തയ്യാറെടുക്കുകയായിരിക്കും. പരാജയപ്പെടുന്നവർ അപ്പോഴും ഇന്നലത്തെ ക്ഷീണം മാറാതെ ഉറക്കത്തിലായിരിക്കും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറുമൊരു മോട്ടിവേഷണൽ സ്പീച്ചല്ല, മറിച്ച് ലോകം കണ്ട ഏറ്റവും വലിയ വിജയികൾ, കോടീശ്വരന്മാർ, വലിയ ചിന്തകർ, ഇവരൊക്കെ തങ്ങളുടെ ദിവസത്തെ എങ്ങനെയാണ് വരുതിയിലാക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. അവരുടെ രാവിലകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അവർ ചെയ്യുന്ന 3 കാര്യങ്ങൾ, വെറും 3 ശീലങ്ങൾ, അത് നിങ്ങളുടെ ജീവിതത്തിലും പകർത്തിയാൽ, വിശ്വസിക്കൂ, നിങ്ങളുടെ നാളുകൾ ഇന്നത്തേതുപോലെ ആയിരിക്കില്ല. ഒരു പഴയ കഥയുണ്ട്. ഒരു ഗ്രാമത്തിൽ വളരെ കഠിനാധ്വാനിയായ ഒരു മരം വെട്ടുകാരനുണ്ടായിരുന്നു. അവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ കാട്ടിൽ മരം വെട്ടും. പക്ഷെ അവന്റെ കൂടെ തന്നെ ജോലി ചെയ്തിരുന്ന മറ്റൊരു മരം വെട്ടുകാരൻ അവനേക്കാൾ കുറച്ച് സമയം മാത്രമേ ജോലി ചെയ്തിരുന്നുള്ളൂ. എന്നിട്ടും രണ്ടാമത്തെ ആൾക്ക് ആദ്യത്തെ ആളേക്കാൾ കൂടുതൽ മരങ്ങൾ വെട്ടാൻ കഴിഞ്ഞു. ഇത് കണ്ട് അത്ഭുതപ്പെട്ട ആദ്യത്തെ മരം വെട്ടുകാരൻ ചോദിച്ചു, "ഞാൻ വിശ്രമമില്ലാതെ പണിയെടുക്കുന്നു, നീ ഇടയ്ക്കിടെ വിശ്രമിക്കുന്നു, എന്നിട്ടും നിനക്ക് എങ്ങനെയാണ് ഇത്രയധികം മരം വെട്ടാൻ കഴിയുന്നത്?" അപ്പോൾ രണ്ടാമത്തെ ആൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "ഞാൻ വിശ്രമിക്കുകയല്ലായിരുന്നു, ഞാൻ എന്റെ കോടാലിക്ക് മൂർച്ച കൂട്ടുകയായിരുന്നു." സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ പ്രഭാതങ്ങൾ നമുക്ക് നൽകുന്ന അവസരം. നമ്മുടെ മനസ്സാകുന്ന കോടാലിക്ക് മൂർച്ച കൂട്ടാനുള്ള സമയം. വിജയിക്കുന്നവർ ചെയ്യുന്നതാണ്. അവർ രാവിലെ എഴുന്നേറ്റ് തിരക്കിട്ട് ജോലിയിലേക്ക് ചാടി വീഴുകയല്ല ചെയ്യുന്നത്, മറിച്ച് വരാനിരിക്കുന്ന യുദ്ധത്തിനു വേണ്ടി, ആ ദിവസത്തെ വെല്ലുവിളികൾക്കു വേണ്ടി തങ്ങളെ തന്നെ തയ്യാറാക്കുകയാണ്. ഒരു യുദ്ധം ജയിക്കുന്നത് യുദ്ധക്കളത്തിലല്ല, മറിച്ച് യുദ്ധത്തിനു മുൻപുള്ള തയ്യാറെടുപ്പുകളിലാണ് എന്ന് പറയുന്നത് എത്ര ശരിയാണ്. നിങ്ങളുടെ ഓരോ ദിവസവും ഓരോ യുദ്ധമാണ്. അലസതയോടുള്ള യുദ്ധം, നിരാശയോടുള്ള യുദ്ധം, സാഹചര്യങ്ങളോടുള്ള യുദ്ധം. ഈ യുദ്ധം ജയിക്കാൻ നിങ്ങൾക്ക് ആയുധങ്ങൾ വേണം. ആ ആയുധങ്ങൾ രാപ്പകൽ നീളുന്ന അധ്വാനമല്ല, മറിച്ച് രാവിലെ നിങ്ങൾ ചെയ്യുന്ന ആ 3 കാര്യങ്ങളാണ്. ഇനി നമുക്ക് ആഴത്തിലേക്ക് പോകാം. എന്താണ് ആ 3 കാര്യങ്ങൾ? അത് പറയുന്നതിനു മുൻപ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇത് കേവലം രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നതിനെക്കുറിച്ചല്ല. നിങ്ങൾ 5 മണിക്ക് എഴുന്നേറ്റതുകൊണ്ട് മാത്രം വിജയിക്കണമെന്നില്ല. ആ എഴുന്നേറ്റ സമയം നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നതാണ് പ്രധാനം. ലോകത്തിലെ ഏറ്റവും വലിയ ധനികരിലൊരാളായ വാറൻ ബഫറ്റിനെ നോക്കൂ, അല്ലെങ്കിൽ ആപ്പിളിന്റെ സിഇഒ ടിം കുക്കിനെ നോക്കൂ. ഇവരുടെയൊക്കെ രാവിലെകൾക്ക് ഒരു താളമുണ്ട്, ഒരു ചിട്ടയുണ്ട്. ആ ചിട്ടയാണ് അവരെ സാധാരണക്കാരിൽ നിന്ന് വേർതിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നിശബ്ദതയെ പുണരുക എന്നതാണ്. അതെ, നിശബ്ദത. നമ്മളിൽ ഭൂരിഭാഗം പേരും എഴുന്നേൽക്കുന്നത് എന്തിലേക്കാണ്? മൊബൈൽ ഫോണിലെ നോട്ടിഫിക്കേഷനുകളിലേക്കോ, വാട്സാപ്പ് മെസ്സേജുകളിലേക്കോ, അല്ലെങ്കിൽ ടിവിയിലെ വാർത്തകളിലേക്കോ ആണ്. ലോകത്തിന്റെ ബഹളങ്ങൾ നമ്മുടെ തലച്ചോറിലേക്ക് ഇരച്ചു കയറാൻ നമ്മൾ അനുവദിക്കുന്നു. കണ്ണു തുറക്കുന്ന നിമിഷം തന്നെ നമ്മൾ മറ്റുള്ളവരുടെ അജണ്ടകൾക്ക് അടിമപ്പെടുകയാണ്. അവൻ എന്തു പോസ്റ്റിട്ടു? ഇന്നത്തെ മോശം വാർത്ത എന്താണ്? ആരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു? ഇതെല്ലാം നമ്മുടെ മനസ്സിന്റെ ശാന്തതയെ തകർക്കുന്നു. എന്നാൽ വിജയികൾ എഴുന്നേൽക്കുന്നത് നിശബ്ദതയിലേക്കാണ്. അവർ എഴുന്നേറ്റ ഉടനെ ഫോൺ നോക്കില്ല. അവർ ലോകവുമായി ബന്ധപ്പെടുന്നതിനു മുൻപ് അവരവരുമായി തന്നെ ബന്ധപ്പെടുന്നു. ഈ നിശബ്ദതയിൽ അവർ ചെയ്യുന്നത് ധ്യാനമാകാം, അല്ലെങ്കിൽ വെറുതെ ശാന്തമായിരിക്കലാകാം. മനസ്സിനെ ഒരു തടാകമായി സങ്കൽപ്പിക്കുക. രാവിലെ ആ തടാകം വളരെ ശാന്തമായിരിക്കും. ചെറിയ ഓളങ്ങൾ പോലും ഉണ്ടാവില്ല. ആ തെളിഞ്ഞ വെള്ളത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖം വ്യക്തമായി കാണാൻ കഴിയും. എന്നാൽ നിങ്ങൾ ഫോൺ എടുക്കുന്നതോടെ, വാർത്തകൾ കാണുന്നതോടെ ആ തടാകത്തിലേക്ക് കല്ലുകൾ എറിയുകയാണ്. വെള്ളം കലങ്ങുന്നു, ഓളങ്ങളുണ്ടാകുന്നു. പിന്നെ നിങ്ങൾക്കൊന്നും വ്യക്തമായി കാണാൻ കഴിയില്ല. വിജയികൾ രാവിലെ ഈ തെളിഞ്ഞ തടാകം പോലെയാണ് അവരുടെ മനസ്സിനെ സൂക്ഷിക്കുന്നത്.
ആ ശാന്തതയിൽ നിന്നാണ് വലിയ വലിയ ഐഡിയകൾ ജനിക്കുന്നത്. ആ നിശബ്ദതയിലാണ് അവർ തങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് വ്യക്തമായി ചിന്തിക്കുന്നത്. നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫോൺ എടുക്കരുത്. പകരം ഒരു 10 മിനിറ്റ് എവിടെയെങ്കിലും ശാന്തമായിരിക്കുക. ജനൽ തുറന്നിട്ട് പുറത്തെ കാറ്റൊന്നു കൊള്ളുക, അല്ലെങ്കിൽ പക്ഷികളുടെ ശബ്ദം കേൾക്കുക. നിങ്ങളുടെ ശ്വാസത്തിലേക്കൊന്ന് ശ്രദ്ധിക്കുക. ആ നിശബ്ദതയിൽ നിങ്ങൾക്കൊരു വല്ലാത്ത ശക്തി അനുഭവിക്കും. ഇന്നലകളിൽ സംഭവിച്ച പരാജയങ്ങളുടെ ഭാരമില്ലാതെ, നാളത്തെക്കുറിച്ചുള്ള അനാവശ്യ ഉത്കണ്ഠയില്ലാതെ ഈ നിമിഷത്തിൽ ജീവിക്കാൻ അത് നിങ്ങളെ പഠിപ്പിക്കും. രണ്ടാമത്തെ കാര്യം കൃതജ്ഞതയാണ്. നന്ദിയുള്ളവരായിരിക്കുക എന്നത് ഒരു ചെറിയ കാര്യമല്ല. വിജയികൾ തങ്ങളുടെ ദിവസം തുടങ്ങുന്നത് പരാതികളോടെയല്ല, മറിച്ച് നന്ദിയോടെയാണ്. നമ്മളിൽ പലരും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മനസ്സിൽ നിറയെ പരാതികളായിരിക്കും. ഇന്നും ജോലിക്ക് പോകണമല്ലോ, എനിക്ക് മാത്രം എന്താ ഇത്ര കഷ്ടപ്പാട്, എന്റെ ശരീരം വേദനിക്കുന്നു, എനിക്ക് പണമില്ല. ഇങ്ങനെ ആലോചിച്ചാലോചിച്ച് നമ്മൾ നമ്മുടെ ഊർജം മുഴുവൻ കളയുന്നു. നെഗറ്റീവ് ചിന്തകളോടെ തുടങ്ങുന്ന ഒരു ദിവസം ഒരിക്കലും പോസിറ്റീവായി അവസാനിക്കില്ല. എന്നാൽ വിജയികൾ ഇതിന് തിരിച്ചിടുന്നു. അവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് തങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്. ജീവനോടെ ഇരിക്കാൻ കഴിഞ്ഞത്, ഒരു കൂരയ്ക്ക് കീഴിൽ ഉറങ്ങാൻ കഴിഞ്ഞത്, കഴിക്കാൻ ഭക്ഷണമുള്ളത്, സ്നേഹിക്കാൻ കുടുംബമുള്ളത്. ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണോ? ആശുപത്രിയിൽ ഒരു നിമിഷം ശ്വാസം കിട്ടാൻ വേണ്ടി പിടയുന്നവരുണ്ട്. കിടപ്പാടമില്ലാതെ തെരുവിൽ ഉറങ്ങുന്നവരുണ്ട്. അവരെ വെച്ചു നോക്കുമ്പോൾ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. ഈ ചിന്ത രാവിലെ നിങ്ങളുടെ മനസ്സിൽ വന്നാൽ നിങ്ങളുടെ മാനസികാവസ്ഥ തന്നെ മാറും. നിങ്ങൾക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നും. ആ സന്തോഷത്തിൽ നിന്നാണ് ആത്മവിശ്വാസമുണ്ടാകുന്നത്. ടോണി റോബിൻസ് എന്ന ലോകപ്രശസ്തനായ മോട്ടിവേഷണൽ സ്പീക്കർ പറയുന്നത്, അദ്ദേഹം എല്ലാ ദിവസവും രാവിലെ 10 മിനിറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാറുണ്ട് എന്നാണ്. അതായത് നന്ദി പ്രകടിപ്പിക്കാൻ സമയം മാറ്റിവെക്കുന്നു. ഇത് കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നാം, പക്ഷേ ഇത് തലച്ചോറിന്റെ ഘടനയെ തന്നെ മാറ്റാൻ കഴിവുള്ളൊന്നാണ് എന്ന് ശാസ്ത്രം പറയുന്നു. നിങ്ങൾ നന്ദിയുള്ളവരാകുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ ഡോപ്പമൈൻ, സെറോട്ടോണിൻ തുടങ്ങിയ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് നിങ്ങളെ കൂടുതൽ ഉന്മേഷവാന്മാരാക്കുന്നു, നിങ്ങളുടെ ഫോക്കസ് കൂട്ടുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. രാവിലെ എഴുന്നേറ്റ് എന്റെ ജീവിതം കഷ്ടമാണ് എന്ന് ചിന്തിക്കുന്നൊരാളും എനിക്ക് ലഭിച്ച ഈ പുതിയ ദിവസത്തിന് നന്ദി എന്ന് ചിന്തിക്കുന്നൊരാളും ഓഫീസിൽ ചെല്ലുമ്പോൾ അവർ തമ്മിലുള്ള വ്യത്യാസമെന്തായിരിക്കും? ആദ്യത്തെയാൾ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും തളരും. രണ്ടാമത്തെയാൾ ആ പ്രശ്നങ്ങളെ ചിരിച്ചുകൊണ്ട് നേരിടും. കാരണം അയാളുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് എനർജിയുണ്ട്. അത് അയാളെ മുന്നോട്ട് നയിക്കും. വിജയമെന്നത് പണം മാത്രമല്ല, അതൊരു മനോഭാവം കൂടിയാണ്. ആ മനോഭാവം വളർത്തിയെടുക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് രാവിലെ എഴുന്നേറ്റ് നന്ദി പറയുക എന്നത്. ആർക്കാണ് നന്ദി പറയേണ്ടത് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ദൈവത്തോടാകാം, പ്രകൃതിയോടാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സഹായം ചെയ്തു തന്ന മാതാപിതാക്കളോടാകാം. ആരുമാകട്ടെ, ഉള്ളിൽ ആ നന്ദി നിറയ്ക്കുക. ഇനി മൂന്നാമത്തെ കാര്യത്തിലേക്ക് കടക്കും മുൻപ് ഒരു കാര്യം കൂടി പറയട്ടെ. ഈ ശീലങ്ങളൊന്നും ഒറ്റ രാത്രി കൊണ്ടുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല. ഇതൊരു യാത്രയാണ്. ഒരു വിത്ത് മണ്ണിലിട്ടാൽ പിറ്റേ ദിവസം അത് മരമാവില്ല. അതിന് വെള്ളമൊഴിക്കണം, വെയിൽ കൊള്ളിക്കണം, കാത്തിരിക്കണം. അതുപോലെയാണ് നല്ല ശീലങ്ങളും. നിങ്ങൾ നാളെ മുതൽ ഇത് ചെയ്യാൻ തുടങ്ങിയാൽ ആദ്യത്തെ ദിവസം വലിയ മാറ്റമൊന്നും കണ്ടെന്നു വരില്ല. ഒരാഴ്ച കഴിഞ്ഞാലും കാര്യമായ മാറ്റം കണ്ടില്ലെന്നു വരാം. അതുകൊണ്ട് ഇത് ഉപേക്ഷിക്കരുത്. മുളച്ചെടിയെക്കുറിച്ച് കേട്ടിട്ടില്ലേ? മുളയുടെ വിത്ത് നട്ടാൽ ആദ്യത്തെ 5 വർഷം പുറത്തേക്കൊന്നും കാണില്ല. നമ്മൾ വെള്ളമൊഴിച്ചുകൊണ്ടേയിരിക്കണം, വളമിട്ടുകൊണ്ടേയിരിക്കണം. പക്ഷേ മണ്ണിനു മുകളിലേക്ക് ഒരില പോലും വരില്ല. എന്നാൽ 5 വർഷം കഴിയുമ്പോൾ പെട്ടെന്നൊരു ദിവസം മുള മുളച്ചുപൊന്തും. പിന്നെ വെറും 60 ആഴ്ച കൊണ്ട് അത് 90 അടി ഉയരത്തിലേക്ക് വളരും. ഈ വളർച്ച 60 ആഴ്ച കൊണ്ടുണ്ടായതാണോ? അല്ല. ആ 5 വർഷത്തെ കാത്തിരിപ്പും തയ്യാറെടുപ്പും വേരുകൾ പടർത്തലുമാണ് ആ വളർച്ചയ്ക്ക് കാരണമായത്. നിങ്ങളുടെ പ്രഭാതശീലങ്ങളും ഇതുപോലെയാണ്. നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വേരുകൾ ബലപ്പെടുത്തുകയാണ്. പുറമേക്ക് മാറ്റം കാണുന്നില്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്. ആ മാറ്റമാണ് നാളെ നിങ്ങളെ ആകാശത്തോളം ഉയരത്തിൽ വളരാൻ സഹായിക്കുക. അതുകൊണ്ട് ക്ഷമയോടെ, വിശ്വാസത്തോടെ ഇത് തുടരുക. മൂന്നാമത്തെ ശീലം നിങ്ങളുടെ ശരീരത്തെ ഉണർത്തുക എന്നതാണ്. വ്യായാമം. ഇത് കേൾക്കുമ്പോൾ അയ്യോ, എനിക്ക് ജിമ്മിൽ പോകാൻ വയ്യ എന്ന് ചിന്തിക്കരുത്. ഇത് ജിമ്മിൽ പോയി ഭാരമെടുക്കുന്നതിനെക്കുറിച്ച് മാത്രമല്ല. നിങ്ങളുടെ രക്തയോട്ടം കൂട്ടാൻ, നിങ്ങളുടെ ഹൃദയമിടിപ്പൊന്ന് വർദ്ധിപ്പിക്കാൻ എന്തു വേണമെങ്കിലും ചെയ്യാം. ഒരു 10 മിനിറ്റ് നടക്കാം, യോഗ ചെയ്യാം, സ്ട്രെച്ചിങ് ചെയ്യാം, അല്ലെങ്കിൽ വീടിനുള്ളിൽ തന്നെ ഒന്ന് ഓടാം.
എന്തുകൊണ്ടാണ് വിജയികൾ രാവിലെ വ്യായാമം ചെയ്യുന്നത്? അവർക്ക് സമയം കളയാൻ ബാക്കിയുള്ളതുകൊണ്ടല്ല, മറിച്ച് ശരീരവും മനസ്സും തമ്മിൽ വല്ലാത്തൊരു ബന്ധമുണ്ട്. ശരീരം ഉഷാറായാൽ മാത്രമേ മനസ്സുഷാറാവുകയുള്ളൂ. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് അനങ്ങാതെ ഇരുന്നാൽ നിങ്ങളുടെ മനസ്സ് മന്ദിവിപ്പിലായിരിക്കും. നിങ്ങൾക്കുറക്കം തൂങ്ങും, ചിന്തിക്കാൻ മടിയാകും. എന്നാൽ നിങ്ങളൊന്ന് വിയർത്താൽ കാര്യങ്ങൾ മാറും. വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിലേക്ക് കൂടുതൽ ഓക്സിജൻ എത്തുന്നു. അത് തലച്ചോറിനെ ഉണർത്തുന്നു. എൻഡോർഫിൻ എന്നൊരു കെമിക്കൽ തലച്ചോറിൽ റിലീസ് ചെയ്യപ്പെടുന്നു. ഇതിനെ ഫീൽ ഗുഡ് ഹോർമോൺ എന്നാണ് വിളിക്കുന്നത്. വ്യായാമം കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രത്യേക ഉന്മേഷം തോന്നുന്നത് ഇതുകൊണ്ടാണ്. ആ ഉന്മേഷത്തോടെ വേണം ദിവസത്തെ തുടങ്ങാൻ. ബരാക് ഒബാമ, റിച്ചാർഡ് ബ്രാൻസൺ തുടങ്ങിയ വലിയ വലിയ വ്യക്തികൾ എത്ര തിരക്കുണ്ടെങ്കിലും രാവിലെ വ്യായാമം മുടക്കാറില്ല. കാരണം അവർക്കറിയാം അതവരുടെ ബിസിനസ് തീരുമാനങ്ങളെപ്പോലും സ്വാധീനിക്കുമെന്ന്. രാവിലെ വ്യായാമം ചെയ്യുന്നത് നിങ്ങൾക്കൊരു വിജയത്തിന്റെ അനുഭൂതി നൽകും. അതായത്, മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് കഠിനമായ എന്തോ ഒന്ന് ചെയ്തു തീർത്തു. ആ ഒരു ചിന്ത നിങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഇന്ന് രാവിലെ തന്നെ ഞാൻ എന്നെ തന്നെ വെല്ലുവിളിച്ചു ജയിച്ചു എന്ന തോന്നൽ. ഈ ആത്മവിശ്വാസവുമായാണ് നിങ്ങൾ ജോലിസ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ അവിടെയുള്ള വെല്ലുവിളികൾ നിങ്ങൾക്ക് നിസ്സാരമായി തോന്നും. കാരണം നിങ്ങൾ ഇതിനകം തന്നെ ഒരു വിജയം നേടിക്കഴിഞ്ഞു. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ബഹുമാനിക്കണം. കാരണം നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരേയൊരു വാഹനം നിങ്ങളുടെ ശരീരമാണ്. ആ വാഹനം തുരുമ്പെടുത്തുപോയാൽ, എഞ്ചിൻ കേടായാൽ, പിന്നെ നിങ്ങൾക്ക് എത്ര വലിയ ഡ്രൈവിംഗ് അറിയാമെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ ആ വാഹനത്തെ ഒന്ന് സർവീസ് ചെയ്യുക. അതിനു വേണ്ട ഇന്ധനം കൊടുക്കുക. ഈ 3 കാര്യങ്ങൾ, നിശബ്ദത, കൃതജ്ഞത, വ്യായാമം, ഇവയാണ് വിജയത്തിന്റെ അടിത്തറ. എന്നാൽ ഇത് കേവലം തുടക്കം മാത്രമാണ്. ഇവ എങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ പ്രായോഗികമായി നടപ്പിലാക്കാം, ഇതിലൂടെ എങ്ങനെ നമ്മുടെ സമയം ലാഭിക്കാം, എങ്ങനെ കൂടുതൽ ഉൽപ്പാദനക്ഷമതയുള്ളവരാകാം എന്നതിനെക്കുറിച്ച് നമുക്ക് വരും ഭാഗങ്ങളിൽ വിശദമായി സംസാരിക്കാം. കാരണം അറിവ് മാത്രം പോരാ, അത് പ്രയോഗിക്കാനുള്ള വിദ്യ കൂടി നമ്മൾ പഠിക്കണം. പലപ്പോഴും നമ്മൾ തുടങ്ങും, പക്ഷെ പാതി വഴിയിൽ ഉപേക്ഷിക്കും. അത് സംഭവിക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ കടിഞ്ഞാനിട്ട് നിർത്തേണ്ടത്? ഇതൊക്കെ നമുക്കറിയേണ്ടതുണ്ട്. വിജയികൾ ഒരിക്കലും പാതി വഴിയിൽ തളരുന്നവരല്ല. അവർ വീഴുമ്പോൾ വീണ്ടും എഴുന്നേൽക്കുന്നവരാണ്. നമ്മൾ സംസാരിച്ച ആ 3 ശീലങ്ങൾ, നിശബ്ദത, കൃതജ്ഞത, വ്യായാമം, ഇവയെല്ലാം നിങ്ങളുടെ രാവിലെകളെ മാറ്റും എന്നത് സത്യമാണ്. പക്ഷേ ഇതിനെല്ലാം മുകളിൽ നിൽക്കുന്ന മറ്റൊരു സത്യമുണ്ട്. അതായത് സ്ഥിരത. ഇന്ന് രാവിലെ നിങ്ങൾ നേരത്തെ എഴുന്നേറ്റ് ഇതെല്ലാം ചെയ്തു എന്ന് കരുതുക. നാളെയും ചെയ്തു. പക്ഷെ 3-ാം ദിവസം മഴയായതുകൊണ്ടോ അല്ലെങ്കിൽ തലേദിവസം വൈകി ഉറങ്ങിയതുകൊണ്ടോ നിങ്ങളിതൊന്നും ചെയ്തില്ലെങ്കിലോ, അപ്പോൾ നിങ്ങളുടെ ആ യാത്ര അവിടെ മുറിയുകയാണ്. വിജയമെന്നതൊരു സ്പ്രിന്റ് ഓട്ടമല്ല, അതൊരു മാരത്തോണാണ്. പതുക്കെ ഓടിയാലും കുഴപ്പമില്ല, പക്ഷെ നിർത്താതെ ഓടണം. ദിവസവും 1% മെച്ചപ്പെടുക എന്ന തത്വം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? ജെയിംസ് ക്ലിയർ തന്റെ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിൽ പറയുന്ന വലിയൊരു രഹസ്യമാണിത്. ഇന്ന് നിങ്ങൾ ഇന്നലത്തേക്കാൾ 1% മാത്രം മെച്ചപ്പെട്ടാൽ മതി. വർഷാവസാനം അത് വലിയൊരു മാറ്റമായി മാറും. പെട്ടെന്നുള്ള അത്ഭുതങ്ങൾക്കായി കാത്തിരിക്കരുത്. ചെറിയ ചെറിയ മാറ്റങ്ങളിൽ വിശ്വസിക്കുക. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ 6 മണിക്ക് എഴുന്നേൽക്കൂ. വ്യായാമം ചെയ്യാൻ അരമണിക്കൂർ കിട്ടുന്നില്ലെങ്കിൽ 5 മിനിറ്റ് ചെയ്യൂ. പക്ഷേ ചെയ്യുക, ചെയ്യാതിരിക്കരുത്. ആ ചെറിയ 5 മിനിറ്റാണ് നാളെ 50 മിനിറ്റായി മാറുന്നത്. നമ്മൾ പലപ്പോഴും സമയമില്ല എന്ന് പരാതി പറയാറുണ്ട്. എനിക്ക് വ്യായാമം ചെയ്യാൻ സമയമില്ല, ധ്യാനിക്കാൻ സമയമില്ല. ശരിക്കും സമയമില്ലാത്തതാണോ അതോ നമ്മൾ അതിന് മുൻഗണന കൊടുക്കാത്തതാണോ? ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും, അത് ഇലോൺ മസ്ക് ആയാലും ശരി, നിങ്ങളുടെ അയൽവക്കത്തെ പലചരക്ക് കടക്കാരനായാലും ശരി, എല്ലാവർക്കും കിട്ടുന്നത് 24 മണിക്കൂർ തന്നെയാണ്. ആ സമയം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം. വിജയികൾ അവരുടെ രാവിലത്തെ സമയം തങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുന്നു. അതിനെ മീ ടൈം എന്ന് വിളിക്കാം. ആ സമയത്ത് അവർക്ക് ബോസില്ല, ഓഫീസില്ല, കുടുംബ പ്രശ്നങ്ങളില്ല. അവർ മാത്രമാണുള്ളത്. ആ സമയമാണ് അവർ തങ്ങളെ തന്നെ റീചാർജ് ചെയ്യുന്നത്. ഒരു മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാതെ എത്ര നേരം ഉപയോഗിക്കാൻ പറ്റും? ചാർജ് തീർന്നാൽ അത് വെറുമൊരു ഭാരമായി മാറില്ലേ? അതുപോലെയാണ് നമ്മളും. രാവിലെ നമ്മളെ തന്നെ ചാർജ് ചെയ്തില്ലെങ്കിൽ ഉച്ചയാകുമ്പോഴേക്കും നമ്മൾ തളർന്നുപോകും. പിന്നെ ബാക്കിയുള്ള സമയം വെറുതെ തള്ളി നീക്കുകയായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ പ്രഭാതം നിങ്ങൾക്കുള്ളതാണ്. അത് മറ്റാർക്കും വിട്ടുകൊടുക്കരുത്. ഇനി നമുക്ക് കുറച്ചുകൂടി പ്രായോഗികമായ കാര്യങ്ങളിലേക്ക് വരാം.
ഈ ശീലങ്ങൾ നിലനിർത്താൻ ഏറ്റവും വലിയ തടസ്സം എന്താണെന്നറിയാമോ? നമ്മുടെ തന്നെ കംഫർട്ട് സോണാണ്. സുഖസൗകര്യങ്ങളുടെ ആ വലയത്തിനുള്ളിൽ ഇരിക്കാനാണ് നമുക്കിഷ്ടം. തണുപ്പുള്ള രാവിലെ പുതപ്പിനുള്ളിലെ ആ ചൂട് വിട്ടെഴുന്നേൽക്കാൻ ആർക്കാണിഷ്ടം? ആർക്കും ഇഷ്ടമല്ല. വിജയികൾക്കും അതിഷ്ടമല്ല. പക്ഷെ അവരത് ചെയ്യുന്നു. അതാണ് വ്യത്യാസം. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പോലും അത് തന്റെ ലക്ഷ്യത്തിന് ആവശ്യമാണെങ്കിൽ ചെയ്യാൻ തയ്യാറാകുന്ന മനസ്സിനെയാണ് അച്ചടക്കം എന്ന് വിളിക്കുന്നത്. ഒരു ദിവസം മുഹമ്മദ് അലിയോട് ചോദിച്ചു, നിങ്ങൾ എത്ര സിറ്റപ്പെടുത്തും? അദ്ദേഹം പറഞ്ഞു, വേദനിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ ഞാൻ എണ്ണാറുള്ളൂ. നോക്കൂ, വേദനിച്ചു തുടങ്ങുന്നിടത്താണ് യഥാർത്ഥ വളർച്ച ആരംഭിക്കുന്നത്. കംഫർട്ട് സോണിന് പുറത്താണ് മാജിക് സംഭവിക്കുന്നത്. രാവിലെ അലാരമടിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് പറയും, 5 മിനിറ്റ് കൂടി ഉറങ്ങാം. ആ ശബ്ദത്തെ തോൽപ്പിക്കുക. ആ 5 മിനിറ്റ് ഉറക്കമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന തീരുമാനമാണ് നിങ്ങൾ എടുക്കുന്നത്. ആ നിമിഷം നിങ്ങൾ ജയിച്ചാൽ ആ ദിവസം മുഴുവൻ നിങ്ങൾ ജയിക്കും. വിജയികളുടെ മറ്റൊരു രഹസ്യം വിഷ്വലൈസേഷനാണ്. രാവിലെ എഴുന്നേറ്റ് നിശബ്ദമായിരിക്കുമ്പോൾ അവർ തങ്ങളുടെ ലക്ഷ്യം നേടിയതായി മനസ്സിൽ കാണുന്നു. ഒരു സിനിമ കാണുന്നതുപോലെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന വീട്, ആഗ്രഹിക്കുന്ന ജോലി, ആളുകൾ നിങ്ങളെ ബഹുമാനിക്കുന്നത്, ഇതെല്ലാം മനസ്സിൽ വ്യക്തമായി കാണുക. ഇത് വെറുതെ പകൽക്കിനാവ് കാണലല്ല. ഇത് നിങ്ങളുടെ ഉപബോധത്തിന് നൽകുന്ന നിർദ്ദേശങ്ങളാണ്. നിങ്ങളുടെ മനസ്സിന് യാഥാർത്ഥ്യവും ഭാവനയും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. നിങ്ങൾ വിജയിച്ചു എന്ന് മനസ്സിനെ വിശ്വസിപ്പിച്ചാൽ അത് വിജയിക്കാനുള്ള വഴികൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരും. ഒളിമ്പിക്സിൽ സ്വർണം നേടുന്ന അത്ലറ്റുകൾ മത്സരത്തിനു മുൻപ് 100 തവണയെങ്കിലും മനസ്സിൽ ഓടി ജയിച്ചത് കണ്ടിട്ടുണ്ടാകും. അതുകൊണ്ടാണ് അവർക്ക് ട്രാക്കിൽ ഇറങ്ങുമ്പോൾ പേടിയില്ലാത്തത്. നിങ്ങളും നിങ്ങളുടെ ദിവസത്തെ വിഷ്വലൈസ് ചെയ്യുക. ഇന്ന് നടക്കാൻ പോകുന്ന മീറ്റിംഗ് നന്നായി നടക്കുന്നതായും നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്നതായും സങ്കൽപ്പിക്കുക. ആ പോസിറ്റീവ് എനർജി അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. അവസാനമായി ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ. ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ ആവേശം തോന്നും. നാളെ മുതൽ ഞാൻ എല്ലാം മാറ്റും എന്ന് തീരുമാനിക്കും. നല്ലത്. പക്ഷേ വഴിയിൽ തടസ്സങ്ങളുണ്ടാകും. ചിലപ്പോൾ നിങ്ങൾ പരാജയപ്പെട്ടേക്കാം. ചിലപ്പോൾ മടുപ്പ് തോന്നിയേക്കാം. അപ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എന്തിനു വേണ്ടിയാണ് ഞാനിത് തുടങ്ങിയത്? നിങ്ങളുടെ വൈ വളരെ ശക്തമായിരിക്കണം. വെറുതെ പണമുണ്ടാക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് മടുത്തുപോകും. മറിച്ച് നിങ്ങളുടെ കുടുംബത്തിന് നല്ലൊരു ജീവിതം കൊടുക്കാനാണെങ്കിലോ, അല്ലെങ്കിൽ ലോകത്തിന് എന്തെങ്കിലും സംഭാവന നൽകാനാണെങ്കിലോ, ആ കാരണം നിങ്ങളെ ഉറങ്ങാൻ സമ്മതിക്കില്ല. അത് നിങ്ങളെ പിടിച്ചെഴുന്നേൽപ്പിക്കും. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്ക് ശ്വസിക്കുന്ന വായു പോലെ പ്രധാനമാകുമ്പോൾ പിന്നെ നിങ്ങളെ ആർക്കും തടയാൻ കഴിയില്ല. സുഹൃത്തേ, ഇന്നത്തെ ഈ ദിവസം കഴിഞ്ഞുപോയി. നാളെ വീണ്ടും സൂര്യനുദിക്കും. അത് വെറുമൊരു സൂര്യോദയമല്ല, അത് നിങ്ങൾക്ക് ലഭിക്കുന്ന പുതിയൊരവസരമാണ്. ഇന്നലെ വരെ നിങ്ങൾ ആരായിരുന്നു എന്നത് പ്രശ്നമല്ല. എത്ര തോൽവികൾ ഏറ്റുവാങ്ങിയവനാണെങ്കിലും നാളെ രാവിലെ നിങ്ങൾക്ക് വീണ്ടും ജനിക്കാം. നിങ്ങളുടെ പഴയ ശീലങ്ങളെ, പഴയ ചിന്തകളെ ഉപേക്ഷിച്ച് പുതിയൊരു മനുഷ്യനായി മാറാം. ആ ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ട്. പുറത്തു തിരയേണ്ടതില്ല. കണ്ണാടിയിൽ നോക്കൂ. അവിടെ കാണുന്ന ആ വ്യക്തിക്ക് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ കഴിയൂ. നാളെ രാവിലെ അലാറം അടിക്കുമ്പോൾ അത് നിങ്ങളുടെ സ്വപ്നങ്ങളുടെ വിളിയാണെന്നോർക്കുക. എഴുന്നേൽക്കുക. നിശബ്ദതയിൽ മനസ്സിനെ ശാന്തമാക്കുക. കിട്ടിയ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുക. ശരീരത്തെ ഉണർത്തുക. എന്നിട്ട് നെഞ്ചു വിരിച്ചു പറയുക, ഇന്ന് എന്റെ ദിവസമാണ്. ഞാൻ ജയിക്കാൻ ജനിച്ചവനാണ്. ജീവിതം വളരെ ചെറുതാണ്. അത് ഉറങ്ങിത്തീർക്കാനുള്ളതല്ല. ഉണരുക, പ്രവർത്തിക്കുക, വെട്ടിപ്പിടിക്കുക. നിങ്ങളുടെ വിജയകഥ കേൾക്കാൻ ഈ ലോകം കാത്തിരിക്കുകയാണ്. ആ കഥയിലെ നായകനും സംവിധായകനും നിങ്ങൾ തന്നെയാണ്. മനോഹരമായൊരു തിരക്കഥ എഴുതൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ കമന്റ് ബോക്സിൽ യെസ് ഐ ആം റെഡി എന്നുറക്കെ പ്രഖ്യാപിക്കൂ. അതായിരിക്കും നിങ്ങളുടെ ആദ്യത്തെ ചുവടുവയ്പ്. ഈ വീഡിയോ നിങ്ങൾക്കൊരു ചെറിയ വെളിച്ചമെങ്കിലും നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കൂ. ചിലപ്പോൾ അതായിരിക്കും അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം. കൂടുതൽ മോട്ടിവേഷണൽ വീഡിയോകൾക്കും ജീവിത വിജയത്തിനുള്ള വഴികൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ഐക്കൺ കൂടി അമർത്തിയാൽ നമ്മളിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കും. ഓർക്കുക, മാറ്റം തുടങ്ങുന്നത് നിങ്ങളിൽ നിന്നാണ്. നന്ദി.